നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുവോ അത് തന്നെ നീ ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞതല്ല, മഞ്ജു വാര്യർ പറഞ്ഞതാണ്. ശരിയല്ലേ? എൻ്റെ കാര്യത്തിലും പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ തന്നെ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം, അത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടണം, അത്ര മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു പല വീഡിയോസും കാണുമ്പം അതുപോലെയൊക്കെ ചെയ്യണം, ഓൺ വോയിസ് കൊടുക്കണമെന്ന്. പക്ഷേ എന്നെ കൊണ്ടത് പറ്റുമോ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അപ്പം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മളത് ചെയ്യുമ്പം നമ്മൾ ശരിക്കും ഒരു ഡിഫറെൻ്റ് ആവും അല്ലേ? നമ്മളിലേക്ക് നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മൾ ഡിഫറെൻ്റ് ആണെന്ന്. എൻ്റെ ഉപദേശം കേട്ട് നിങ്ങളാരും ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തറവാട്ടിൽ പോകണം. തറവാട്ടിൽ നിന്ന് പൂജയാണ്. മാത്രമല്ല ഇന്ന് വല്യച്ഛൻ്റെ മോൻ്റെ കുട്ടീൻ്റെ ചോറൂണാണ്. അതുപോലെ പാപ്പൻ്റെ മോൻ്റെ കുട്ടിയുടെ ചോറൂണാണ്. അപ്പോൾ ഞങ്ങൾക്കിത് 2 ചോറൂണുണ്ട്. അത് രണ്ടും തറവാട്ടിലെ അമ്പലത്തിൽ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനും ഋതു റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുനിയോ? ഞാൻ റെഡി ആയിട്ടില്ല, ഋതു റെഡി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അവിടെ പോയിട്ടാണ് ചായ കുടിക്കുന്നത്. മോക്ക് ഇവിടുന്ന് പഴമൊന്ന് വാട്ടിയിട്ട് കൊടുക്കാമെന്ന് വെച്ചു. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു പോകും അല്ലേ? ഋതുവിന് കൊക്കിനെ കാണിച്ചു തരും. അപ്പോൾ 9 മണിയാകുമ്പോൾ അവിടെ എത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നമുക്ക് പഴം വാട്ടാം. ഞാൻ 2 ചുരിദാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം വീട്ടിലുണ്ടായിട്ട് അത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തില്ല. ഇപ്പോഴാണ് പോയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ പോയപ്പം അതിൻ്റെ സൈഡ് ഓപ്പൺ ഒക്കെ കയറ്റാനും കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും നടന്നില്ല. പകരം സൈഡ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തു. ഞങ്ങൾ പഴം വാട്ട പോകുന്നുണ്ടോ ഋതു? അയ്യോ അമ്മ കൈ പൊള്ളി ഋതു. സ്മെല്ല് ചെയ്തേ. കുരുവെന്നോ? മോക്ക് ചായ കൊടുത്തു. ഇല്ലെങ്കിൽ തറവാട്ടിലെത്തുമ്പോഴത്തേക്ക് അവൾ ക്ഷീണിക്കും. അപ്പം ഇതാണ് ഞാനിടുന്ന ചുരിദാർ. ഞാൻ ചുരിദാർ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ കോട്ടൻ്റെ ചുരിദാറുകളാണുള്ളത്. അപ്പോൾ അതിൽ 2 എണ്ണം ഞാനെടുത്തു. ഇപ്പം ചൂടിന് ഈ കോട്ടൻ്റെ ചുരിദാർ ഇടുമ്പം നല്ലൊരു സുഖമാണ്. അപ്പം കൂടെ ഉള്ളത് ചേച്ചിയാണ്, സിനിയേച്ചി, വലിയച്ഛൻ്റെ മോളാണ്. ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോവാം കേട്ടോ. 2 വഴിയുണ്ട് തറവാട്ടിലേക്ക്. ഇങ്ങനെ നടന്നും പോവാം, പിന്നെ അല്ലാതെ റോഡ് വഴിയുണ്ട് കേട്ടോ. ഞങ്ങൾ നടക്കാമെന്ന് കരുതി. ഇതാണ് ഒന്നുകൂടെ എളുപ്പം. അപ്പം കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമാണ് വയലിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ. ഈ കാണുന്ന വീടില്ലേ, ഇവിടെ ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ താമസിച്ചിട്ടുണ്ട് കേട്ടോ, വാടകയ്ക്ക്. ഈ വയലിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നെൽകൃഷിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വയലിൻ്റെ അപ്പുറത്തെ സൈഡ് തോടാണ്, ചെറിയൊരു വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വരമ്പിലൂടെ ആയിരുന്നു ഞങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പോവുക. അപ്പോൾ ഇതാണ് തറവാട് ഇതല്ലായിരുന്നു. തറവാട് വീടൊക്കെ പൊളിച്ചു, ഇവർ വേറെ വീടുണ്ടാക്കിയതാണ് കേട്ടോ പാപ്പൻ. അപ്പം ഞങ്ങളിവിടെ എത്തി. ഇവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട്, കുറച്ച് പേരൊക്കെ ഇനിയും വരാനുണ്ട്. ഇതാണ് നമ്മുടെ കഥാനായകൻ. വ്ളോഗർ എത്തിയിട്ടുണ്ട്. ഹലോ, മുന്തിരി ജ്യൂസ്. ഇനി നമുക്ക് കുറച്ച് പട്ടി ഷോ കാണാം. അവിടെ നിൽക്കുന്നതാണ് നമ്മുടെ സ്വന്തം കുട്ടേട്ടൻ. എന്നോട് ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞു. അപ്പം ഒരു ടീമാണ് ഇപ്പം കണ്ടത്. അവരുടെ മോളെ ചോറൂണുണ്ട്. അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പം എടുത്തു കൊടുക്കാട്ടോ. ട്രേ അടിപൊളിയാണല്ലോ. ഞാൻ വീഡിയോ എടുക്കാന്ന് കണ്ടോണ്ട് ട്രേ ഒക്കെ മാറ്റി വേറെ നല്ലൊരു പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് വരിക കേട്ടോ. ഇങ്ങനെ പറ, കൂൾ ഡ്രിങ്ക്സ് പറ.
ഈ സെറ്റ് സാരി എടുത്ത് നടന്നു വരുന്നതാണ് ഒരു കുട്ടിയുടെ അമ്മ, ശ്രീകുട്ടി. അപ്പം ഇനി പൂജയാണ്. അപ്പം പൂജ കഴിയാനായി. ഇനി പ്രാർത്ഥനയാണ്. അപ്പം നാമം ജപിക്കണം. എല്ലാവരും ഇവിടുന്ന് നാമം ജപിച്ചു കഴിഞ്ഞപ്പം രണ്ടുപേരെ ഇരുത്തി, ഒരാൾ അച്ഛനും ഒരാൾ മാമനുമാണ് കേട്ടോ. ഞങ്ങൾ മാമൻ്റെ മടിയിലിരുത്തിയിട്ടാണ് ചോറ് കൊടുക്കുക. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. അപ്പം മാമനില്ലെങ്കിൽ അച്ഛനിരിക്കാം, അങ്ങനെ. ഈ ഇലയിൽ എന്തൊക്കെയാണ് വെച്ചതെന്ന് മനസ്സിലായോ? ചോറ്, തൈര്, പഴം, ഇഞ്ചി, ഉപ്പ്, പിന്നെ മധുരത്തിന് പായസവും. അപ്പോൾ അതെല്ലാം കുറച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നാവിൽ വെക്കുകയുള്ളൂ. അപ്പം നമ്പൂതിരി എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഭക്ഷണം കൊടുത്ത പാട് പിന്നെ വേഗത്തിൽ അധികമൊന്നും കൊടുക്കാൻ പാടില്ല. കുറച്ച് പൊടിയരിക്കഞ്ഞിയൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. ദഹന പ്രക്രിയയൊക്കെ ശരിയായിട്ട് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ മോളെ ചോറൂണും ഇവിടുന്നായിരുന്നു കേട്ടോ. രണ്ടാമത്തത് ആദ്യം ഞങ്ങൾ മുത്തപ്പൻകാവിൽ നിന്നായിരുന്നു കൊടുത്തത്. രണ്ടാമത്തത് ഞങ്ങൾ ഇവിടുന്നും കൊടുത്തു. ചോറൂണ് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് പോയി. അപ്പോൾ പൂജ കഴിഞ്ഞതിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു. 2 തരം പ്രസാദം ഉണ്ടാവും. ഇവിടെ മാസത്തിലാണ് പൂജ നടക്കുന്നത്. അപ്പം എല്ലാ മാസമൊന്നും എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പം ചിലപ്പോഴൊക്കെ എനിക്കും പൂജയ്ക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രസാദം. അവിലും മലരും ശർക്കരയും പഴമൊക്കെ ചേർന്നിട്ടുള്ളൊരു പ്രസാദമാണ്. പിന്നെ ഒരു പായസം പോലത്തെ, ശർക്കര പായസം പോലത്തെ ഒരു പ്രസാദം ഉണ്ടാവും. അതും കഴിച്ച് ഞങ്ങൾ സദ്യ കഴിച്ചു. പിന്നെ ഞങ്ങൾ പോയൊന്നുമില്ല കേട്ടോ വീട്ടിലേക്ക്. ഇവിടെ തന്നെ ഇരുന്നു. കാരണം എല്ലാവരും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വീട്ടിൽ പോയിട്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരുന്ന് ചുമ്മാ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഇത് പറഞ്ഞെടുപ്പിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഇത് പറഞ്ഞെടുപ്പിച്ചതാട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കാം, എൻ്റെ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങോട്ട് നോക്കി നിന്നപ്പോൾ 2 ആൾക്കാർ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. പിന്നെ എല്ലാവരും ചോറ് കഴിച്ചു. അരമനയിലുള്ള പരിപാടികളൊക്കെ കറക്റ്റ് വേണ്ട വിധം നടക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് പച്ചമാങ്ങ പറിച്ചു. എല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം വർത്തമാനം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മാങ്ങയും കഴിക്കാമല്ലോ. അപ്പം മാങ്ങ മുറിച്ചു, ഉപ്പും മുളകും ഒക്കെ തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണാം. സംഭവം എല്ലാവരും എക്സ്പ്രഷൻ ഇടുന്നതാട്ടോ. എക്സ്പ്രഷൻ നമ്പർ 1. എക്സ്പ്രഷൻ നമ്പർ 2, 3. വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് എല്ലാവരും എക്സ്പ്രഷൻ ഇടുക കേട്ടോ. അങ്ങനെ മാങ്ങാ പരിപാടിക്ക് ശേഷം അവതരിപ്പിക്കുന്ന അടുത്ത പരിപാടിയാണ് കേക്ക് മുറിക്കൽ. ഇന്ന് 2 പേരുടെ ബർത്ത്ഡേ ആണ് കേട്ടോ കൂട്ടത്തിൽ. അപ്പോൾ സർപ്രൈസായിട്ടൊരു കേക്ക് വാങ്ങിച്ചു. സുമിലേട്ടൻ ആൻഡ് അമീന, ഇവരുടെ 2 പേരുടെയും ബർത്ത്ഡേ ആണ്. അപ്പം കേക്കൊക്കെ വാങ്ങിച്ചു, അവരൊക്കെ സർപ്രൈസായി. ഇനി ഞാൻ കുറച്ച് മിണ്ടാതിരിക്കാം. നിങ്ങൾ കേക്ക് കട്ടിങ്ങും അതിൻ്റെ അലങ്കോല പരിപാടികളൊക്കെ കണ്ടോട്ടോ. കേക്ക് മുറിച്ചാളാന്ന് പറഞ്ഞു. ഒരു ടാങ്കിൽ എടുക്കാൻ പറ്റില്ല. അൽഫാം ഒഴുകണം. ഇന്നത്തെ ഫുള്ള് ട്രീറ്റ് ഉണ്ടാകാം. ആദ്യമായിട്ട് 2 കറക്റ്റ് പൊട്ടിയില്ലേ? അത് വീട്ടിൽ കൊണ്ടുപോകുള്ളവരെ മാറിക്കൂത്. അത് മുഖത്തൊന്ന് തേക്കാത്ത ഒരു
ഒരു വീഡിയോ എനിക്ക് മിസ്സായി. ഈ കഴുകി വരുന്നില്ലേ, ആ ക്രീമൊക്കെ തേച്ച് കഴുകി വരുന്ന സമയത്ത് ഇതേ നോക്കി നിൽക്കുന്നില്ലേ, ആ ടൈമിൽ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇതാണ്. കഴുകി വന്നപ്പോൾ എല്ലാവരും കൂടെ കേക്കും കൂടെ മുഖത്ത് വാരി തേച്ചു. അപ്പം അതെനിക്ക് കിട്ടിയില്ല തേക്കുന്നത്. ഇനി എല്ലാവരും വീട്ടിൽ പോയി കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കാപ്പാട് ബീച്ചിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കാപ്പാട് ബീച്ചിൽ പോകണം. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്താണ് ബീച്ച്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ പോകുന്നത്, ഞങ്ങളുടെ മുന്നിലും ബാക്കിലൊക്കെ വണ്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. മാത്രമല്ല ഞങ്ങൾ കുറച്ച് വൈകി പോവുകയും ചെയ്തു എത്താൻ. അടുത്തൂടെ നടന്നു. തിരകൾക്കൊക്കെ ഇന്ന് ഭയങ്കര ഒരു ശക്തിയായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ കളിച്ചു. പിന്നെ മക്കളുള്ളതുകൊണ്ട് ഞങ്ങൾ ബാക്കോട്ടിങ് പോകുന്നു. ഋതു ആദ്യമായിട്ടാട്ടോ ഇന്ന് പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ കടൽ കാണുന്നത്. അവൾ രാത്രിയാണ് കോഴിക്കോട് ബീച്ചിൽ പോയത്. അപ്പം കടൽ ശരിക്കും അവൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നാണ് കാണുന്നത്. ആദ്യമൊക്കെ കുറച്ച് പേടിയായി. പിന്നെ അവൾ ഭയങ്കര ഇഷ്ടമായിട്ടോ വെള്ളത്തിൽ കളിക്കാൻ. ഇരുടായി തുടങ്ങിയപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഐസ്ക്രീം വേണ്ടവർ ഐസ്ക്രീം കഴിച്ചു, ഉപ്പിലിട്ട വേണ്ടവർ അങ്ങനെ, ഇനി അല്ല കൂൾ ഡ്രിങ്ക്സ് വേണ്ടവർ അങ്ങനെ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബാറുണ്ട്, അപ്പോൾ അത് വേണ്ടവർ അങ്ങോട്ടും പോയി. അതിനുറങ്ങിപ്പോയിട്ടോ. ആദ്യം കുളിച്ച് മൊത്തം കുളിച്ച് ആദ്യം ബീച്ചിൽ നിന്ന് ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ ഡൈൻ ഹൗസിലേക്ക് പോയി. ഇത് ബീച്ചിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണേ. ഞങ്ങളൊരു 10-15 പേരുണ്ടാവും. അപ്പം എല്ലാവർക്കും കൂടെ മന്തി വാങ്ങിച്ചു. രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചോറൂണും കേക്ക് മുറിക്കലും എന്ന് പറഞ്ഞിട്ട് ഫുൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. കൂട്ടത്തിൽ പലരും കെട്ടിച്ചു വിട്ടവരും അതുപോലെ ഗൾഫിലുള്ളവരും എല്ലാവരും കുറച്ച് ദൂരെ ഉള്ളവരാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച്, കുറച്ച് പേരൊക്കെ മിസ്സാണ്, എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടിയൊരു ദിവസമായിരുന്നേ. എല്ലാവർക്കും ഓർമ്മിക്കാനും പിന്നീട് തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് ഓർമ്മിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ബീച്ചിലേക്ക് വരുമ്പോൾ മോള് നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തു നിന്നാണ് ഞാൻ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം ബീച്ചിലെത്തിയിട്ട് വാങ്ങി കൊടുത്തിട്ട് അതൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇന്നിപ്പോൾ ഇത്രയും സമയമായല്ലോ, അവൾക്ക് നല്ല വിശന്നായിരുന്നു. അവൾ തന്നെ വാരിയെടുത്ത് കഴിക്കുകയാണ്. മന്തി ഞങ്ങൾ പല ടൈപ്പ് വാങ്ങിയിട്ടുണ്ട്. അൽഫാമും പിന്നെ കാന്താരി പിന്നെ പെരി അങ്ങനെ എന്തൊക്കെയോ ടൈപ്പ് അൽഫാം ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അൽഫാമാണ് കഴിച്ചത്. നല്ല പീസാട്ടോ കിട്ടിയത്. നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു അൽഫാമായിരുന്നു. ഇനി നാളത്തെ പരിപാടി, നാളെ എൻ്റെ ഏട്ടൻ്റെയും നാത്തൂൻ്റെയും ആനിവേഴ്സറിയാണ്, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. അത് നൈറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ആനിവേഴ്സറി വീഡിയോ ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ടും ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടും ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.